എനിക്ക് കുറച്ച് OCDയുടെ പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് നല്ല വൃത്തി വേണം. ജന്മനാ OCD ഉള്ള ആളാണ്. ഓർഡർ തെറ്റിയിരിക്കുന്നത് കണ്ടാൽ എനിക്ക് അപ്പോൾ OCD വരും. ഇതുപോലെ തങ്ങളെ തന്നെ OCD, അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ വിക്റ്റമായി കണക്കാക്കുന്ന ആളുകളെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? കോമഡി എന്താണെന്ന് വെച്ചാൽ OCD യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അതിൽ മിക്കവാർക്കും അറിയില്ല. OCDയെ പറ്റിയ ആളുകൾക്കുള്ള ചില മിഥ്യാധാരണകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ മിത്ത് നമ്പർ 1, എല്ലാ ക്ലീൻ ഫ്രീക്സിനും OCD ഉണ്ട്. ഇല്ല, അത് ഒട്ടും ശരിയല്ല. വാസ്തവത്തിൽ ക്ലീനിങ് എന്നത് OCDയുമായി ബന്ധപ്പെട്ട സിംറ്റംസിൽ ഒരു സിംറ്റം മാത്രമാണ്. അപ്പോൾ ഈ നിർബന്ധം ആളുകളിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സിംറ്റം ഡിഫറെൻ്റ് ആണ്. മാത്രമല്ല, ഈ മാനസികാവസ്ഥ അനുഭവിക്കുന്നതിൽ ഓരോ വിഭാഗം മാത്രം താങ്കൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ക്ലീനായി സൂക്ഷിക്കുന്നതിൽ ഒബ്സഷൻ ഉണ്ടാവുള്ളൂ. പലർക്കും OCD പല തരത്തിലാണ്. ചിലർക്ക് അത് പ്രിയപ്പെട്ട ഒരാളെ മരിച്ചുപോയാൽ എന്നുള്ള ഭയമാവാം, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുമോ എന്ന ഭയമാവാം, അങ്ങനെ എന്തുമാവാം. നമ്പർ 2, OCD ഉള്ള ഒരു വ്യക്തിയെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഇല്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നിയേക്കാം. എന്നാൽ OCD ഉള്ള നിരവധി ആളുകൾക്ക് സിംറ്റംസ് പ്രയാസമില്ലാതെ ഹൈഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അവരെ കണ്ടുമുട്ടാം, അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോഴും അവരുടെ OCD നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. മിത്ത് നമ്പർ 3, OCD ചികിത്സിക്കാൻ കഴിയില്ല. OCD പൂർണ്ണമായി ശരിയാക്കാൻ കഴിയില്ല, പക്ഷേ ശരിയായ തെറാപ്പിയും മെഡിസിൻസും യൂസ് ചെയ്ത് അത് നിയന്ത്രിക്കാനാകും. ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൺസേൺസ് ഉണ്ടോ? നിങ്ങൾ ഒറ്റക്കല്ല, ഒപ്പമുണ്ട് കൂടെ.